ശ്രീ എം ജയചന്ദ്രൻ. പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെതിരെ സംസാരിച്ചത്. ഒരു കാര്യം കൂടി പറയുകയാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെയുള്ള സെൻസറിങ്, സോഷ്യൽ മീഡിയ സെൻസറിങ് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന പരിപാടികൾ ഒരു ഓർഡിനൻസ് വരെ കൊണ്ടുവന്ന് അത് പിൻവലിക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു അപ്രഖ്യാപിത സെൻസറിങ് എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരിക്കും അങ്ങനെ ഒരു അപ്രഖ്യാപിത സെൻസറിങ് കേരളത്തിലുണ്ടോ? അല്ലിപ്പോ നിയമം സജീവ പറഞ്ഞത് കേട്ടില്ലേ ഈ ചർച്ചയിൽ? ഇത് ഫേസ്ബുക്കിന്റെ അൽഗോരിതത്തിന്റെ പ്രശ്നമാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയാതെ പോകുന്നത്? ഫേസ്ബുക്ക് അൽഗോരിതം എന്നൊക്കെ ആദ്യമായിട്ട് ഈ ചർച്ചയിൽ അദ്ദേഹം കേൾക്കുന്നത് പോലെയും അദ്ദേഹം കേൾപ്പിക്കുന്നത് പോലെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നും അദ്ദേഹത്തിന്റെ ഇത്തരം ഈ അഭിപ്രായങ്ങൾ കേട്ടാല്. ഇങ്ങനെയൊന്നും ഷജീറ പറയരുത്. നിങ്ങളൊരു രാഷ്ട്രീയ നേതാവല്ലേ? നിങ്ങൾ ഫേസ്ബുക്കിന്റെ അൽഗോരിതം കാരണമാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കിടന്ന് വെറുതെ പഴത്തൊലിയിൽ തെന്നി താഴെ? അദ്ദേഹത്തിനുള്ള അവസരം കൊടുത്തിട്ട് താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കളുടെ സമയത്തല്ലേ പറയണ്ടത്? ഞാൻ താങ്കൾ ഈ അൽഗോരിതം ഒക്കെ പറയുമ്പോൾ ഞാൻ അപ്പോ താങ്കൾ ഉന്നയിച്ച അഭിപ്രായങ്ങളോട് എനിക്കുള്ള സ്നേഹപൂർണമായ വിയോജിപ്പാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്, അല്ലാതെ ശത്രുതാപരമായ വിയോജിപ്പല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നടത്താൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായും ഇല്ല. മെറ്റയുടെ ഇടപാടിലൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അത് നമുക്കറിയാം. അപ്പോൾ അതിന് അവര് ചില ആൾക്കാർക്ക് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കാണ് ചെയ്യാൻ കഴിയുക? കേന്ദ്രത്തില് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് DIG റാങ്കിലുള്ള ഒരാൾക്ക് ഒക്കെയാണ് ചെയ്യാൻ കഴിയാനുള്ള വ്യവസ്ഥാപിതമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആരെ കൊണ്ടാണ്, കേന്ദ്രത്തിലാണോ ചെയ്യിപ്പിച്ചിരിക്കുന്നത്, ഇവിടുത്തെ ആരെ കൊണ്ടെങ്കിലാണോ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും ഇതുമായി നാളെ കേസ് കോടതി ചെല്ലുന്നുണ്ട്. ആ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ കോടതി തന്നെ വ്യക്തമാക്കേണ്ടി വരുമല്ലോ എങ്ങനെയാണ് സംഭവിച്ചത്, ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നൊക്കെയുള്ളതൊക്കെ അവിടെ വരും. അതൊരു കാര്യം. അപ്പൊ ഞാൻ എന്റെ എന്തെങ്കിലും അസംഷനിലേക്ക് ഞാൻ പോകുന്നതേ ഇല്ല ഇത്തരം കാര്യങ്ങളിൽ. അത് നിയമപരമായ കോടതിയിൽ ചെന്ന് കോടതിയിൽ തന്നെ ആ വ്യക്തത വരുത്തട്ടെ. അതാണ് എനിക്കും താങ്കൾക്കും നമ്മൾക്ക് മൊത്തത്തിലും നല്ലതല്ലേ. കോടതി അതിനെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ്. ഏതായാലും ഇത് നിർദോഷമായി സംഭവിക്കുന്നതല്ല. മുഖ്യമന്ത്രി ഇന്ന് ഒരു പൊട്ടം കളിച്ചില്ലേ? ഇതിങ്ങനെയാണ്, ഞാനിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളും കൂടെ ഇത് അന്വേഷിക്കുക, ഗവൺമെന്റും അതിന് പിന്തുണ തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എത്രയും നിർദോഷമായിട്ട് ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷെ അതങ്ങനെ അല്ല എന്ന് മനസ്സിലാവുന്നപ്പോഴാണെന്ന് അറിയാമോ? ആദ്യം പറഞ്ഞ കേസില്ലേ, ഷജീർ സംസാരിച്ച ആ കേസുണ്ടല്ലോ, MDMA കേസ്. MDMA കേസില് ചെയ്തത് ശരിയായില്ല. തൂഫാനിന്റെ പ്രവർത്തനത്തിൽ ഇപ്പോഴുള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിന്റെ ആ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ശക്തമായ വിമർശനമുള്ളതായി എനിക്കറിയാം. താങ്കൾക്ക് അറിയാമെങ്കിലും താങ്കൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ ഓക്കെ, അറിഞ്ഞില്ലെങ്കിൽ അന്വേഷിച്ചോളൂ, എനിക്കറിയാം. എന്ന് മാത്രമല്ല, ആ എതിർപ്പ് മുഖ്യമന്ത്രി ഹോം മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് വിമലാദിത്യയെ ലീവിൽ പോകാൻ നിർബന്ധിച്ചതും അദ്ദേഹം ലീവിൽ പോയതും നിശാന്തിനിക്ക് പുതിയ ചാർജ് കൊടുത്തതും നോഡൽ ഓഫീസറായിട്ട്. ഇതൊക്കെ ഇന്നർ സർക്കിളിൽ അറിയുന്ന കാര്യങ്ങളാണ് ഷജീർ. അല്ലാതെ അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായി, യാദൃശ്ചികമായി അദ്ദേഹം അവധിയിൽ പോകുമ്പോൾ വേറൊരാൾക്ക് ചുമതല കൊടുക്കണ്ടേ, അങ്ങനെ നിശാന്തിന് ചുമതല കൊടുത്തു, അങ്ങനൊന്നുമല്ല. താങ്കൾ ഇപ്പോ ഭരണത്തിന്റെ ആ ഒരു ഓരം ചേർന്ന് നിൽക്കുന്നയാളാണ് ഒരു പരിധി വരെ. മറ്റു ചില പരിധികളിൽ അകത്തും കയറാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ഒരു രസകരമായ കാര്യം എന്താണെന്ന് അറിയുമോ ഷജീർ? നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ, പ്രസിഡന്റായിട്ട് വന്ന ആദ്യ ടേമില് ആദ്യഘട്ടത്തിൽ തുടക്കഘട്ടങ്ങളിലൊക്കെ ഒരു ദിവസം 21 നുണയാണത്ര അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് മാറി അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും ഒരു ദിവസം 39 നുണ എന്ന കണക്കിൽ പറയാൻ തുടങ്ങി. അത് അവസാനം വന്നപ്പോൾ അതിനൊരു ആവറേജ്
എടുത്തപ്പോഴേക്ക് 37,053 നുണകളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഫാക്ട് ചെക്ക് നടത്തി, ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, പ്രമുഖ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ്. അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ടെന്യൂർ തുടങ്ങുന്നതേ ഉള്ളല്ലോ CM ആയിട്ട്. ഇതിന്റെ ലാസ്റ്റ് ലാപ്പ് എത്തുമ്പോഴേക്ക് ട്രംപിനെ കടത്തിവെട്ടാൻ തീർച്ചയായും സാധ്യതയുണ്ട് എന്നുള്ള നിലയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചു പോവുക മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇപ്പോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കേസുണ്ട്. എന്താണെന്ന് അറിയുമോ? കണ്ണൂര് ഒരു ഇസ്ലാമിക് ബാങ്ക് ഉണ്ടായിരുന്നു. ആ ഇസ്ലാമിക് ബാങ്ക് പൂട്ടിപ്പോയി. അത് സംബന്ധിച്ച് ഒരു നിക്ഷേപകൻ പരാതി കൊടുത്തു. ആർക്കാണ് പരാതി കൊടുത്തത്? തലപ്പുറം MLA TK ഗോവിന്ദന്. അദ്ദേഹം അത് മുഖ്യമന്ത്രിക്ക് കൈമാറി. അത് കിട്ടിയ ഉടനെ മുഖ്യമന്ത്രിയെ പ്രസ്താവിക്കുകയാണ്, അത് സമഗ്രമായ അന്വേഷണം നടത്തും. എന്താണ് കാര്യം? ഞാൻ അതാ പറയാം, എൻ്റെ ചെറിയ കാര്യത്തിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഈ പറഞ്ഞ നാസർ എന്ന കക്ഷിയാണ് പരാതിക്കാരൻ, TK ഗോവിന്ദന് കൊടുത്തത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പരാതിപ്പെടുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ സ്ഥാപനത്തിന് അതിന്റെ പ്രസിഡന്റ്, ചീഫ് പ്രൊമോട്ടർ ഷാജിറാണെന്ന് ഈ നാസർ പറയുന്നുണ്ട്. അപ്പൊ ഈ ചീഫ് പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ആ സംഘത്തിന്റെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക്, ആ ഭരണസമിതിക്ക് ഒരു പരാതിയാണോ ആദ്യം കൊടുക്കേണ്ടത്? അതില്ല. പിന്നെ അതിനേക്കാളും രസകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുൻ അംഗമായിരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റിലെ മുൻ അംഗമായിരുന്നു TK ഗോവിന്ദൻ, ഇപ്പോഴത്തെ UDF MLA, UDF സ്വതന്ത്രൻ. അദ്ദേഹത്തിനായിരുന്നു ഈ പറഞ്ഞ ഇസ്ലാമിക് ബാങ്കിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ചാർജ് ഷജീർ. ആലോചിച്ച് നോക്കൂ. ആ സംഘത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന TK ഗോവിന്ദനാണ് സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ കൊണ്ട് പരാതി എഴുതി വാങ്ങിച്ച ആ പരാതി കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്നിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് അന്വേഷിക്കാൻ പോകുന്നു, ഗുരുതരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ ചാനലുകളിലൊക്കെ വാർത്ത കൊടുത്ത് പ്രചരിപ്പിക്കുന്നത്. എന്തിടപാടാണിത്? ഒരു പരാതി ആദ്യം കൊടുക്കേണ്ടത് ഈ നാസറിനെ കൊണ്ട് ആ സംഘത്തിനല്ലേ, അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രൊമോട്ടർക്കല്ലേ? എന്നിട്ടല്ലേ സഹകരണ സംഘവും നിയമവും വകുപ്പും ഒക്കെ വരുന്നത്. അങ്ങനെയൊന്നും വേണ്ട, ആദ്യം നമുക്ക് വാർത്ത പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിന്റെ വസ്തുതകളിലേക്ക് പോകാം എന്നുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ, അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ.